ലോജിസ്റ്റിക്സ് എന്ന് പറയുമ്പോൾ പല ആളുകളും ചിന്തിക്കുന്നത് ഇപ്പോൾ ഒരു കൊറിയർ കമ്പനിയിലാണോ എനിക്ക് ജോലി കിട്ടുന്നത് എന്നുവെച്ചാൽ പലർക്കും അതിന് ചില ഇപ്പോഴത്തെ ഒരു പഠിച്ചിറങ്ങുന്ന ആളുകൾക്ക് പലർക്കും അതിൻ്റെ ഒരു മേഖല അറിയില്ല. നമുക്ക് എന്തൊരു പ്രൊഡക്റ്റ് ആണെങ്കിലും നമുക്കറിയാം ഒരു 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 കറക്റ്റായിട്ടുള്ള ഒരു ലോജിസ്റ്റിക്സ് കമ്പനിയുടെ സപ്പോർട്ടോട് കൂടെ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിലേക്ക് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ തൊട്ടല്ല, അതിൻ്റെ ഒരു പ്രൊഡക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്ന അവിടുന്ന് തൊട്ടിട്ട് ഇത് യഥാർത്ഥ ഒരു പ്രൊഡക്റ്റായി നമ്മുടെ കൈകളിലേക്ക് എത്തുന്നത് വരെ ഒരു ലൊജിഷ്യൻ്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ അത് ഭയങ്കരമാണ്. ഫൈനൽ ഫിനിഷ്ഡ് പ്രോഡക്റ്റ്. അതെ, അപ്പോൾ അത്രയും വൈഡായിട്ടുള്ള നമ്മൾ ഈ കണ്ണിൽ കാണുന്ന എന്ത് പ്രൊഡക്റ്റും എന്ത് കമ്പനിയിലും ഈ പറഞ്ഞ ലോജിസ്റ്റിക്സ് വേക്കൻസീസ് ഉണ്ടെന്നുള്ളതാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത്രയും വൈഡായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഈ പറയുന്നത് ലോജിസ്റ്റിക്സ് മേഖലയിലുള്ളത്. കോവിഡ് പാൻഡമിക് സിറ്റുവേഷനിലൊക്കെ നമുക്ക് പല ആളുകളുടെയും ജോലി പോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അവിടെ പിടിച്ചു നിന്നൊരു മേഖലയാണ് ലോജിസ്റ്റിക്സും ഈ പറയുന്ന ഹോസ്പിറ്റൽ മേഖലയും. ഈ രണ്ട് മേഖലയും മറ്റെല്ലാ മേഖലയും നിശ്ചലമായപ്പോഴും ഈ പറഞ്ഞ രണ്ട് മേഖല അത്രയും നല്ല രീതിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അതെ 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 നല്ല രീതിയിൽ പോയിക്കൊണ്ട് അപ്പോൾ ജോബിന് അവിടെ ഒരു ബുദ്ധിമുട്ടില്ല.